പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അപേക്ഷിത ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എല്ലാ വിശ്വാസി കുടുംബങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാൻ അറിയിച്ചതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. നമ്മുടെ കർത്തൃമേശ, അതായത് തിരുവത്താണ്ട് ശുശ്രൂഷ എപ്പോൾ നടത്തുവാൻ കഴിയും? വചനപ്രകാരം. പുറപ്പാട് 12-6 വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിനോട് ദൈവം പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ ഈ മാസം 14 വരെ കുഞ്ഞാടിനെ നിങ്ങൾ അതിനായി ഒരുക്കി വെക്കണം. 14 സന്ധ്യസമയത്ത് നിങ്ങൾ അതിനെ അറക്കണം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് അവർ പുറപ്പെട്ട ദിവസം ദൈവം ഇത് അവരോട് കൽപ്പിക്കുകയാണ്. എന്നാൽ ദൈവജനം പറയുന്നത്, പുറപ്പാട് ദിവസം 12-11 വാക്യത്തിൽ പറയുന്നത്, ഇത് നിങ്ങൾ തിടുക്കത്തോടെ ചെയ്യണം. കാരണം ഇവർ മിസ്രൈമിലെ നിന്ന് അടിമത്തത്തിൽ നിന്ന് അവർ നേരെ പോകുന്നത് എവിടെയാണ്? അവർ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും 38 ലക്ഷം ജനം ഉള്ളതുകൊണ്ട് അവരെല്ലാം ആ തിടുക്കത്തോടെ ചെയ്യണമെന്ന് ദൈവം അവരോട് പറയുകയാണ്. അങ്ങനെ അവർ കാലിന് ചെരുപ്പിട്ടും വടി പിടിച്ചൊക്കെ അവർ കർത്താവിന് വേണ്ടി ആ തിരുവത്താട് ശുശ്രൂഷ അവർ ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിനും പറയുന്നത്, പുറപ്പാട് 12:40 പറയുന്നു, 430 സംവത്സരം അവർ അടിമകളായിരുന്നു. എന്നാൽ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ശേഷം ദൈവം അവരോട് പറയുകയാണ്, ഈ രാത്രി പ്രത്യേക രാത്രി ആയിരിക്കണം. ഇത് നിങ്ങൾ തലമുറകളായിട്ട് നിങ്ങളിങ്ങനെ ആചരിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ നമ്മളിത് വായിച്ച് മനസ്സിലാക്കും. എന്നാൽ പുതിയ നിയമത്തിൽ ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ദൈവവചനം പറയുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 26-19 വാക്യത്തിൽ യേശു കർത്താവ് സന്ധ്യ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പെസഹ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായിട്ട് എന്ത് ചെയ്തു? അത്താഴം ഒരുക്കാൻ വേണ്ടി അവർ പറയുവാനിടയായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, കർത്താവ് യേശു ക്രിസ്തു സന്ധ്യ സമയത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 20:7 പൗലോസ് പാതിര വരെയും പ്രസംഗം നീട്ടി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം സന്ധ്യ വരെ പാതിര വരെയും പ്രസംഗം നീട്ടിയിട്ട് അന്ന് അവിടെ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചുമ്പോൾ അവിടെ പറയുന്നു, വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യുത്തിക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ മുകളിൽ നിന്ന് 3-ാമത്തെ തട്ടിൽ നിന്ന് താഴെ വീഴുവാനിടയായിട്ട്. അപ്പോൾ നോക്കി, അത്രത്തോളം ദൈവവചനത്തിന് പ്രാധാന്യമുണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസിന് പിറ്റേ ദിവസം പോകേണ്ടതാണ്, അതുകൊണ്ട് നേരത്തെ നമുക്ക് നേരത്തെ ചെയ്ത് നിർത്താം, നാളെ എനിക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് മാറാൻ പറ്റിയ കാര്യമല്ല ദൈവവചനം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, 1 കൊരിന്ത്യർ 11:23 പറഞ്ഞു, പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർത്താവിനെ കാണിച്ചു കൊടുത്ത് തലേ രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് അരുളി ചെയ്ത് എന്തെന്നാൽ. അപ്പോൾ നോക്കി, അവിടെ തലേ രാത്രി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് തന്നെയാണ് പൗലോസ് വീണ്ടും അവിടെ ചെയ്യുന്നത്. താൻ ആ വെളിപ്പാട് കണ്ടാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ നമ്മൾ ഒരിക്കലും മാറ്റുവാൻ പാടില്ല. ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് പകൽ ചെയ്യാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, രാത്രി ചെയ്യണം. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം പറയുന്നു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചനത്തിൻ്റെ മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിനെ മാറ്റുവാനോ അല്ല ദൈവം വന്നത്. മത്തായി 5:17 പറഞ്ഞ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല വന്നത്, അത് നിവർത്തിപ്പാനത്ര യേശു വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, കൂടി വരുമ്പോൾ കഴിക്കാമല്ലോ.
അങ്ങനെ വചനത്തിലില്ല. 1 കൊരിന്ത്യർ 11:20 പറഞ്ഞ്, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്. കൂടി വരുമ്പോൾ ചിലർ ലഹരി പിടിച്ചും ചിലർ വിശന്നും ഇരിക്കുന്നു. ദൈവം പറയുന്നത്, തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10:42 അവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചും പോന്നു. 1 കൊരിന്ത്യർ 10:16 ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ നമ്മളിത് പൂർണ്ണമായി തിരിച്ചറിയണം. 1 കൊരിന്ത്യർ 10:21 പറയുന്നു, കർത്താവിൻ്റെ മേശയുമുണ്ട്, ഭൂതകളുടെ മേശയുമുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നമ്മൾ മാറ്റാൻ പാടില്ല. മനുഷ്യർ നോക്കുന്നത് അയ്യോ ഇത് പകല് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നു, 1 കൊരിന്ത്യർ 11:27 പറയുന്നു, ഇത് അയോഗ്യമായി അപ്പം തിന്നുന്നവൻ, പാനപാത്രം കുടിക്കുന്നവനെല്ലാം അവരെല്ലാം ശിക്ഷാവിധിയിൽ അകപ്പെടും. ശിക്ഷയുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ചിലർ അവിടെ പറയുന്നു ബലഹീനരും രോഗികളുമായി തീരുന്നു, ചിലർ നിദ്ര പ്രാപിക്കുന്നു. അപ്പോൾ മരണം വരെയും സംഭവിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവവചനത്തെ നിസ്സാരമായി കൂട്ടിക്കളയരുത്. ദൈവവചനത്തെ വ്യക്തമായി തന്നെ പഠിപ്പിക്കണം. അത് പകല് നടത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിയരുത്. ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിക്കാൻ കഴിയൂ. അല്ലാതെ അവർ ചെയ്യുന്നു ഇവർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിലൊന്നും ഒരു കാര്യം നടക്കത്തില്ല. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, 6 മണി മുതൽ 9 മണി വരെ 3 മണിക്കൂർ ഇരുട്ടായിരുന്നു. എന്തിനാണ് ഇരുട്ട് വരുത്തിയത്? 2 കൊരിന്ത്യർ 6:10 പറയുന്നു, ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ എന്ത് യോജിത? എന്നാൽ ഇരുട്ട് വരുത്തുവാൻ കാരണം നിങ്ങൾ തിരിച്ചറിയണം. വിദേശ രാജ്യങ്ങളിൽ സമയങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സമയത്തിൽ നിന്ന് അവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലർ പറയും അവിടെ അമേരിക്കയിൽ പകലല്ലേ, ഇവിടെ രാത്രി. അവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി തന്നെ ചെയ്യണം. അവിടെ പകലാണെങ്കിൽ പകൽ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. മത്തായി 27:45 6 മണി മുതൽ 9 മണി വരെ 3 മണിക്കൂർ ഭൂമിയിൽ ഇരുട്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇരുട്ട് വരുത്തിയത്? അറക്കപ്പെടുന്ന കുഞ്ഞാട് അറക്കുമ്പോൾ അത് സന്ധ്യാസമയത്ത് അറക്കപ്പെടണമെന്ന് ദൈവവചനം. അതിന് മാറ്റം ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് 3 മണിക്കൂർ ഇരുട്ട് വരുത്തിയത്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. സ്തോത്രം. ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. വചനത്തെ ഉറച്ചു നിൽക്കണം. വചനത്തെ ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് വെളിപ്പാട് 22:18 പറഞ്ഞ എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ നീക്കുന്നതിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനിടയായിത്തീരും. മത്തായി 24:35 പറഞ്ഞ് ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനം ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല. മത്തായി 5:17 നമ്മൾ കേട്ടു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാനത്ര യേശു വന്നത്. സദൃശവാക്യം 30:6 പറഞ്ഞ് എൻ്റെ വചനത്തിൽ നീ എന്തെങ്കിലും കൂട്ടിയാൽ ഞാൻ വിസ്തരിച്ചിട്ട് നീ കള്ളനാകരുത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ദൈവം എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യാം. ദൈവത്തിന് പറയുന്നത് യോഹന്നാൻ 13:4 യേശു കർത്താവ് അത്താഴമായപ്പോൾ തോർത്തെടുത്ത് അരയിൽ ചുറ്റി തൻ്റെ 12 ശിഷ്യന്മാരുടെ കാല് കഴുകി. അപ്പോൾ പത്രോസ് വന്നിട്ട് പറഞ്ഞ്, കർത്താവ് ഞങ്ങളുടെ കാല് കഴുകാൻ അങ്ങ് ചെയ്യരുത് എന്ന് വിലക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ചെയ്യും? ഒരു കൂട്ടായ്മയും ഇല്ല എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ഗുരുവും ദൈവമായിരിക്കുന്ന ഞാൻ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യണമെന്ന്
അവിടെ ദൈവം വ്യക്തമായി പറയുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിലുള്ള മാറ്റരുത്, വചനത്തിലുള്ളത് നീക്കരുത്. ഇങ്ങനെ ദൈവവചനപ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനത്താലൂടെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇപ്പം നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, സത്യവചനം യഥാർത്ഥമായി മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സത്യവചനത്തിന് വേണ്ടി നിൽക്കുവാൻ അങ്ങ് സർവശക്തനായ ദൈവം അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ ദൈവകരകളിൽ നിന്ന് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ അഭിഷിക്ത ദൈവദാസന്മാരെ അതിനായി ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അഭിഷേകം ചെയ്ത കൃപയ്ക്കായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.